നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ ഒരുക്കിയ സഖാവിന്റെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും. രാഷ്ട്രീയത്തിൽ തൻ്റെ വഴി ക്ലിയറാക്കാനായി പ്രസ്ഥാനത്തിൽ ഒപ്പം നിൽക്കുന്നവരെ പോലും തേക്കാൻ മടിക്കാത്ത ന്യൂജൻ സഖാവ് കൃഷ്ണകുമാർ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പഴയ തലമുറ സഖാവായ കൃഷ്ണനെക്കുറിച്ച് അറിയുന്നതും അതയാളെ ഒരു യഥാർത്ഥ സഖാവായി മാറ്റുന്നതുമാണ് സിദ്ധാർത്ഥ് ശിവയുടെ സഖാവിൻ്റെ ഇതിവൃത്തം. കൃഷ്ണകുമാറായും കൃഷ്ണനായും നിവിൻ പോളി ഇരട്ട വേഷത്തിലെത്തുന്നു ഈ ചിത്രത്തിൽ. ചെങ്കൊടിയുടെയും ചങ്കൂറ്റത്തിൻ്റെയും ഉപരിപ്ലവ രാഷ്ട്രീയ ആവേശങ്ങൾക്കപ്പുറം കമ്മ്യൂണിസം ഒരു വികാരമായെങ്ങനെ അതിനൊപ്പം നിൽക്കുന്നവരിൽ ജ്വലിക്കുന്നുവെന്ന് ചെറുതായെങ്കിലും കാട്ടിത്തരാൻ, അത് അനുഭവിപ്പിക്കാൻ സഖാവിനാവുന്നിടത്താണ് സിനിമ ചെങ്കൊടികൾക്കൊപ്പം ഉയർന്നു പാറുന്നത്. തൊഴിലാളി പ്രശ്നങ്ങൾ, അവരോടുള്ള തൊഴിലുടമകളുടെ ക്രൂരതകൾ, അവർക്കിടയിൽ ഉയർന്നു വരുന്ന നേതാവ്, ഇടയ്ക്കൊരു പ്രണയം, മേമ്പൊടിക്ക് ചില വിപ്ലവ ഗാനങ്ങൾ. ഇത്തരമൊരു ചിത്രത്തിൽ പ്രതീക്ഷിക്കാവുന്ന സ്ഥിരം ചേരുവകളൊക്കെ തന്നെയാണ് സിദ്ധാർത്ഥ് ശിവ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ ഈയൊരു കാലഘട്ടത്തിലേക്ക് ലിങ്ക് ചെയ്യുന്നു എന്നതാണ് വേണമെങ്കിൽ പറയാവുന്നൊരു പുതുമ. പതിവിന് വിപരീതമായി ചിത്രത്തിലെ സംഭവങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളോട് സാമ്യമുണ്ടാവാം എന്നെഴുതി കാണിക്കുന്നെങ്കിലും കഥ പറഞ്ഞ ശൈലി കാരണമായി കാര്യങ്ങൾ ഫാന്റസിയായാണ് ചിലപ്പോഴെങ്കിലും അനുഭവപ്പെടുക. ഒരുപക്ഷെ അത്ര ഗൗരവമായി ചിത്രം മാറാത്തത് ഗുണമായെന്നും പറയാം. പ്രത്യേകിച്ചും 2.25 മണിക്കൂറോളമുണ്ട് ചിത്രം എന്നതുകൂടി പരിഗണിക്കുമ്പോൾ. കൃഷ്ണകുമാറും കൃഷ്ണനും രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച രണ്ട് സഖാക്കന്മാർ. നിവിൻ പോളി മനസ്സറിഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരെയും. കൃഷ്ണൻ്റെ പാർട്ടി പ്രവർത്തനത്തിലും ജീവിതത്തിലും ഒപ്പം ചേരുന്ന ജാനകിയായി ഐശ്വര്യ രാജേഷും മികച്ചു നിന്നു. അൽത്താഫ് സലീം, ബിനു പപ്പു, അപർണ ഗോപിനാഥ്, ബൈജു തുടങ്ങിയവരുടെ കഥാപാത്രങ്ങളും ചിത്രത്തിൽ ഇവർക്കൊപ്പം ശ്രദ്ധ നേടുന്നുണ്ട്. ജോർജ് സി വില്യംസിൻ്റെ ക്യാമറയും വിനീത് കൃഷ്ണൻ്റെ എഡിറ്റിങ്ങും ചിത്രത്തിൻ്റെ മാറ്റേറ്റുന്നു. മറ്റൊരു കാലഘട്ടത്തെ പുനഃസൃഷ്ടിച്ചതിൽ കല, ചമയം, വസ്ത്രാലങ്കാരം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചവരുടെ മികവും പ്രകടം. പ്രശാന്ത് പിള്ളയുടെ പശ്ചാത്തല സംഗീതവും അദ്ദേഹം ഇണമിട്ട ഗാനങ്ങളും ചിത്രത്തിന് ഗുണം ചെയ്തെങ്കിലും അമിതമായ സാങ്കേതിക ഇടപെടലുകളിൽ ഗായകരുടെ ശബ്ദത്തിന്റെ സൗന്ദര്യം നഷ്ടമായെന്ന് തോന്നി. കമ്മ്യൂണിസം പശ്ചാത്തലമാക്കുന്ന ഒരു മുഖ്യധാരാ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുക 26 കൊല്ലം മുന്നിറങ്ങിയ വേണു നാഗവള്ളി ചിത്രം ലാൽ സലാം തന്നെ. അതിനെ കവയ്ക്കുന്നുണ്ടോ സഖാവെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ പോലും ഇതേ ശ്രേണിയിൽപ്പെട്ട അടുത്തിറങ്ങിയ ചിത്രങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ടൊരു ശ്രമമായി തന്നെ കാണാം സഖാവിനെ. പാർട്ടിയുടെ ഊക്കിൽ എന്ത് തോന്നിയാസവും കാട്ടാൻ ലൈസൻസുള്ള ചട്ടമ്പിയല്ല, മറിച്ച് സഹജീവികളുടെ പ്രയാസങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാനും അവരെ കൈപിടിച്ചു കയറ്റാനും ത്രാണിയുള്ള സഹായ ഹസ്തങ്ങളാണ് ഓരോ സഖാക്കളും എന്നോർമ്മപ്പെടുത്താൻ, കളിയല്ല കമ്മ്യൂണിസം എന്ന് ഉറച്ചു പറയാൻ സഖാവിനാവുന്നു. അതിൻ്റെ പേരിൽ കൊടുക്കാം സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും ചുകചുകപ്പൻ അഭിവാദ്യങ്ങൾ. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ കുറിക്കുമല്ലോ. മറ്റൊരു പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും എത്തും വരെ വണക്കം.